ഇപ്പോൾ സംവിധായകൻ ശ്രീ സിബി മലയിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സിബി മലയിൽ, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലേക്ക് എത്തുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കളെപ്പോലുള്ള ആർക്ക് ഒന്നുകൂടി അതിലെ സന്തോഷം ഇരട്ടിയാകുന്നതായിരിക്കുമെന്നറിയാം. ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത കാലത്ത് വന്ന വേദിയിൽ തന്നെ മോഹൻലാൽ എന്ന അഭിനയ വിസ്മയത്തെക്കുറിച്ച് താങ്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വിവരിച്ചത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അന്ന് വൈറലായിരുന്നു. ഈ അവാർഡ് നേട്ടത്തെ, ഈ പുരസ്കാര നേട്ടത്തെ താങ്കൾ എത്രത്തോളം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഈ വാർത്ത കേട്ടത്? തീർച്ചയായിട്ടും വളരെ വലിയ അഭിമാനം തോന്നുന്ന ഒരു വാർത്തയാണത്. കാരണം തീർച്ചയായിട്ടും അത് അർഹിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് അത് എത്തുന്നു എന്നുള്ളതും വലിയ സന്തോഷമാണ്. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു സാന്നിധ്യമായിട്ട്, അത് ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ലോക സിനിമയിലോ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ലോക സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാവ് എന്ന നിലയിൽ നമ്മൾ വിലയിരുത്തപ്പെടാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ്, ഒരു മഹാനായ കലാകാരനാണ്. സിനിമയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം പ്രകടിപ്പിച്ചു. നിർമ്മാതാവ് എന്ന നിലയിൽ, ഗായകൻ എന്ന നിലയിലൊക്കെയും സംവിധായകൻ എന്ന നിലയിൽ ഏറ്റവും ഒടുവിലും അദ്ദേഹം തന്റെ കർമ്മ മേഖലയിൽ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയ മലയാളികൾക്ക് ആകമാനം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ അംഗീകാരമാണ്. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ചെയ്ത സിനിമകളും അദ്ദേഹം എന്റെ സിനിമകളിൽ അദ്ദേഹത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങളുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ ഈ സമയത്ത് എന്റെ ഉള്ളിലേക്ക് വരികയാണ്. അതിന്റെ ഏറ്റവും പരമോന്നതമായ ഒരവസ്ഥയിലേക്ക് ശ്രീ മോഹൻലാൽ ഈ ഒരു പുരസ്കാരത്തിലൂടെ ദേശം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ശ്രീ സിബി മലയിൽ, ഈ മോഹൻലാലിന്റെ അഭിനയ ശൈലിയെക്കുറിച്ചും അതിൻ്റെ ഒരു അയത്ന ലളിതമായ അതിൻ്റെ ഒരു പ്രകാശനത്തെക്കുറിച്ചും ഒന്നും സത്യത്തിൽ നമ്മളാരും തന്നെ വിവരിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഓരോ മലയാളിയും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്, ലാൽ അഭിനയിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ. പക്ഷേ നമ്മൾ ഏത് മേഖലയിൽ ഏതൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാലും അവരുടെ കരിയർ ഗ്രാഫിൽ കയറ്റിറക്കങ്ങളുണ്ടാകും. അത്തരം കയറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന വ്യക്തിയാണ് മോഹൻലാലും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകൾ അല്ലെങ്കിൽ അസാധാരണമായ അനുഭവങ്ങൾ, അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീകരിക്കപ്പെടാതെ പോയതോ ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ മറ്റേതൊരു നടനെയും പോലെ ലാലിനും ഉണ്ടായിട്ടുണ്ട്. ലാലിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ കാലഘട്ടത്തിൽ മറ്റൊരു രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടിയാണല്ലോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന വിമർശനങ്ങളെ അദ്ദേഹത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണും? എല്ലാ കലാകാരന്മാരുടെയും അവരുടെ കലാപ്രവർത്തന വേളയിൽ ഉയർച്ച താഴ്ചകൾ സംഭവിക്കും. എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ നിലയിൽ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഇത്രമാത്രം നെഞ്ചിലേറ്റിയ മറ്റൊരു നടനില്ല. ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും ഒരേ കാലഘട്ടത്തിൽ വന്ന് ഒരേപോലെ കേരളീയരുടെ സ്നേഹ ആദരവുകൾക്കെല്ലാം അല്ലെങ്കിൽ ആരാധനയ്ക്കും ഒക്കെ പാത്രവഹിച്ച 2 മഹാനടന്മാർ ഇവിടെ നിലനിൽക്കുമ്പോൾ അവർ രണ്ടുപേരും പ്രേക്ഷകരുടെ ഉള്ളിൽ അത്രമാത്രം സ്വാധീനവും ഇഷ്ടമൊക്കെ നേടിയെടുത്തവരാണ്. മോഹൻലാൽ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാവർക്കും അവരുടെ കരിയറിൽ ഉയർച്ച കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരാൻ ഇവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ വന്ന് തുടരുമെന്ന സിനിമയിലൂടെ, ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിലൂടെയൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന ആ അഭിനയസിദ്ധിയുടെ ഒരു തിളക്കമാർന്ന ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിലൂടെ രാജ്യം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ആ അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുക. നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ആ വലിയ സന്തോഷം തരുന്ന ഒരു പുരസ്കാര അനുഭവമായി ഇത് മാറുകയാണ്. ശ്രീ സിബി മലയിൽ, ഒരു ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം. പൊതുവിൽ നമ്മൾ എല്ലാ പുരസ്കാരവും കിട്ടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആദ്യത്തെ പ്രതികരണമാണ് ഇത് എന്നെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാക്കി മാറ്റുന്നു, ഇത് എന്നെ കൂടുതൽ എൻ്റെ ജോലിയിൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നെ സഹായിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ എല്ലാ കാലത്തും പലരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ മോഹൻലാൽ ഈ അടുത്ത കാലത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വിവാദ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സമയത്ത് ഇനി ആരെ എന്ത് ബോധ്യപ്പെടുത്താനാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു സന്ദർഭത്തിലാണെങ്കിലും അദ്ദേഹം അത് പറയുന്നതായി ഞാൻ കേട്ടു. അപ്പോൾ ഈ അവാർഡ് വരുന്നതിലൂടെ മോഹൻലാലിന് അത് എങ്ങനെയാണ്, ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ അവാർഡ് എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? മോഹൻലാൽ എല്ലാ കാലത്തും തന്റെ തൊഴിലിനോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അദ്ദേഹത്തിന്റെ അഭിനയം എന്നും പറയുന്ന അദ്ദേഹത്തിന്റെ ആ മേഖല തന്നെയാണ്.
അതിനിടയിൽ ഉണ്ടാകുന്ന മറ്റൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. മറ്റുള്ള ഏതെങ്കിലും ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളിലോ ഒന്നും അദ്ദേഹം ഭാഗമാക്കില്ല. അദ്ദേഹം നിശബ്ദനായിട്ടാണ് ഇതിനെയൊക്കെ നേരിട്ടിട്ടുള്ളത്. ഒന്നിലും അദ്ദേഹം പ്രതികരിക്കുക പോലും ചെയ്യാതെ എല്ലാത്തിനെയും ആ ഒരു സംയമനത്തോടെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരത്തിൽ അതിനെയൊക്കെ നേരിടാൻ പ്രാപ്തിയുള്ള വ്യക്തിത്വം കൂടെയാണ്. അദ്ദേഹം ഒരു വിവാദങ്ങളിലും ചെന്നപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇൻവോൾവ് ആകാത്ത അല്ലെങ്കിൽ അറിയാതെ അദ്ദേഹത്തിന് നേരെ വരുന്ന ഇത്തരം ചർച്ചകളിലോ പ്രതികൂലമായിട്ടുള്ള വാർത്തകളിലോ ഒന്നും അദ്ദേഹം ഒരിക്കലും അതിനെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിനെയും ഒരു ചിരിയോടുകൂടി വളരെ സൗമ്യതയോടുകൂടി അതിനെ നേരിടുകയും അതൊക്കെ കടന്നു പോകാനുള്ള താൽക്കാലികമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ വളരെ വിവേകപൂർവ്വം മറ്റുള്ള സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാറ്. ശ്രീ സിബി മലയിൽ ഈ അടുത്ത കാലത്ത് എവിടെയോ എഴുതി കണ്ടു, പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് മലയാളികൾക്ക് മോഹൻലാലിനോടുള്ള സ്നേഹമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അത് വീര്യം കൂടിക്കൊണ്ടേക്കും. ഇനിയും നമുക്ക് ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹം ഒരു ജന്മസിദ്ധമായ വാസനയുള്ള ഒരു അഭിനേതാവാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ 45 വർഷക്കാലവും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മളെ ഓരോ സിനിമകളിലും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളോടൊപ്പം തുലനം ചെയ്ത് നിർത്താൻ കഴിയുന്ന അഭിനയിച്ചിട്ടുള്ള മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് മുഴുവൻ അഭിമാനം ആയിട്ടുള്ളൊരു അഭിനേതാവാണ്. തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ആ അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഇനിയും അത്തരം വിസ്മയങ്ങൾ നമ്മുടെ മുന്നിൽ തിരശീലയിൽ മോഹൻലാലിന് കൊണ്ടുവരാൻ കഴിയട്ടെ. ശ്രീ സിബി മലയിൽ, താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.